ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഓലനാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത്ര കാലമായിട്ടും ഈ ഒരു ഓലൻ എന്നുള്ള വാക്ക് കേൾക്കുക എന്നല്ലാണ്ട് ഇന്ന് വരെക്ക് ഇതിപ്പോൾ എന്ത് സാധനം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കി. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓലൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് ഒരു 50 ഗ്രാമിൻ്റെ അത്ര വൻപയറോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കറിക്കടലയോ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പും പിന്നെ ഒരു ലേശം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാരും വൻപയർ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഓലൻ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഞാനിവിടെ വൻപയറിന് പകരമായിട്ട് കറിക്കടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് പയറുവർഗ്ഗം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഈ കടലയൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതേ കുക്കറിലേക്ക് തന്നെ കുമ്പളങ്ങ നല്ലപോലെ കഴുകി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കുക. അത് ഈ ഒരു പാകത്തിന് വേണം നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് കുക്കറിൽ നിന്ന് വേറൊരു ഫ്രൈ പാനിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ തിളച്ച് ഈ ഒരു 2ാം പാലിൽ കടന്നിട്ട് നമ്മളെ കുമ്പളങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ നല്ല പോലെ ഒന്നും കൂടി വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു 1ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത് നമ്മൾ. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടാനുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാറ് നിൽക്കരുത്. എന്നിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 2 ഇല്ലി കരിവേപ്പിലയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അത്ര വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഓലൻ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓണം റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നല്ല ചൂട് ചോറിനൊന്നിച്ച് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇതേപോലെ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂട്ടും നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.